ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ചീമപ്ലാവ് അഥവാ കടപ്ലാവ്. ഈ കടപ്ലാവ് നിങ്ങൾ കണ്ടു. ഇതിൻ്റെ ചുവട്ടിൽ വേര് പിടിപ്പിക്കുന്ന രീതിയാണ്. എങ്ങനെ ഇതിന് നമുക്ക് വേര് പിടിപ്പിച്ച് മാറ്റി നടാം എന്നുള്ള രീതികളാണ്. നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു മാതൃസസ്യത്തിൻ്റെ വേരിൽ നിന്നും കിളിർത്തു വന്നതാണ് ഈ 6 ചെടികൾ. ഈ 6 സസ്യങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവ കായ്ഫലമില്ലാതെ ഇങ്ങനെ കുറ്റിച്ചെടിയായിട്ട് നിൽക്കത്തേ ഉള്ളൂ. ഇത് മുറിച്ച് നട്ടാൽ കിളിക്കത്തില്ല. പിന്നെ ഒറ്റ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഇതിൻ്റെ തണ്ടുകളിൽ വേര് പിടിപ്പിക്കുക. തണ്ടുകളിൽ വേര് പിടിപ്പിച്ച് 6 സ്ഥലത്തായിട്ട് നമുക്ക് മാറ്റി നടാമെങ്കിൽ ആ 6ൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ മിക്കവാറും ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആദായം ലഭിക്കുന്നതാണ്. അങ്ങനെ പറയാൻ കാരണം ഈ തൈകൾ നിൽക്കുന്ന ആ സ്ഥലത്ത് മറ്റൊരു തൈ ഒരിക്കൽ കിളിച്ചു വന്നിരുന്നു. അപ്പോൾ അത് കായ്ഫലമായതിനു ശേഷം അത് നമ്മൾ മുറിച്ചു കളഞ്ഞു. അതിന് ശേഷമാണ് ഈ പറയുന്ന 6 തൈകൾ ഉണ്ടായത്. അപ്പോൾ തന്നെ കായ്ഫലം വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചീമപ്ലാവിൻ്റെ മാതൃസസ്യത്തിന് നല്ല കായ്ഫലമുള്ളതാണ്. ഈ പ്രാവശ്യം വളരെ ഉണക്കമായിട്ട് പോലും നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇലഞ്ഞൂർ വ്ലോഗ് ഇതിൻ്റെ വീഡിയോ ഇടാൻ നമ്മൾ തീരുമാനിച്ചത്. അപ്പം ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ കൃഷിയെ സംബന്ധിച്ചും നമുക്ക് ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ചും ഉള്ള വിവരങ്ങൾ ശേഖരിക്കാനും ആ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും പ്രിയപ്പെട്ടവർക്ക് താല്പര്യം ഉണ്ടായിരിക്കുമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ വേര് പിടിപ്പിക്കാൻ പോകുന്ന ആ ചീമപ്ലാവിൻ്റെ മാതൃസസ്യമാണ് ഈ കാണുന്നത്. ഈ മാതൃസസ്യത്തിൻ്റെ വേരിൽ നിന്നാണ് ആ 6 തൈകൾ ഉണ്ടായിരിക്കുന്നത്. വർഷങ്ങളായി നല്ല രീതിയിൽ കായ്ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷമാണ് ഈ ചീമപ്ലാവ്. അതിൻ്റെ തൈകളായിട്ടാണ് നമ്മൾ വേര് പിടിപ്പിച്ച് മാറ്റി നടണം എന്ന തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ വേര് പിടിപ്പിക്കുന്ന ആ പ്രക്രിയ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതൊരു കണ്ണാണ്. ഈ കണ്ണിൻ്റെ ഭാഗത്ത് അവിടെ മുതൽ താപ്പോട്ട് ഇവിടെ വരെ ഉള്ള തൊലി നമ്മൾ നീക്കം ചെയ്യുകയാണ്. ഇത്രയും അതിന് ചുറ്റുമുള്ള തൊലി നമ്മൾ നീക്കം ചെയ്യും. അതാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ലെവലിൽ അത്രയും അളവിൽ നമ്മൾ വൃത്തത്തിൽ റൗണ്ടിൽ ഇങ്ങനെ ഇതിന് ചുറ്റും ഒരു മുറിവുണ്ടാക്കി ഇനി നമ്മൾ ഈ തൊലി നമ്മൾ എടുത്ത് കളയുന്ന പ്രക്രിയയാണ്. തൊലി നമ്മൾ നീക്കം ചെയ്യണം. നമ്മൾ ഈ തൊലി നീക്കം ചെയ്തു. തൊലി നീക്കം ചെയ്തതിന് ശേഷം ഇനിയും ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ. ഈ കറ്റാർ വാഴ കിട്ടാനില്ലാത്തവർ നമ്മൾ കോവിഡ് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന കയ്യിലൊക്കെ തേക്കുന്ന ഒരുതരം മരുന്നുണ്ട്. ആ മരുന്ന് തേച്ചാൽ മതി. അതും അല്ലെങ്കിൽ ചിരട്ടക്കരി തേച്ചാൽ മതി. അതും അല്ലെങ്കിൽ ഓമയുടെ ഇല അരച്ച് അതിൻ്റെ പൾപ്പ് പുരട്ടിയാൽ മതി. അങ്ങനെ ഏതെങ്കിലും വേര് പിടിക്കാൻ സഹായിക്കുന്ന ആ മരുന്നുകൾ നമുക്കിത് തേച്ച് കൊടുക്കണം. അങ്ങനെ തേച്ച് 20 മിനിറ്റെങ്കിലും ഇത് ഇരിക്കണം. ഇങ്ങനെ തേച്ച് കൊടുക്കണം. കാരണം ഇത് വേര് പിടിക്കാൻ സഹായിക്കുന്ന, വളരെ എളുപ്പത്തിൽ വേര് പിടിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. 20 മിനിറ്റ് നേരം ഇതിൻ്റെ തൊലിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കണം. അതുപോലെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട കത്തികളൊക്കെ നല്ല അണുവിയുക്തമായിരിക്കണം. അതുപോലെ തന്നെ നല്ല മൂർച്ച ഉള്ളതും ആയിരിക്കണം. നമ്മൾ ഈ ചീമപ്ലാവിൻ്റെ കമ്പിൻ്റെ വേര് വരേണ്ട ഭാഗങ്ങൾ തൊലി എടുത്ത് കളഞ്ഞതിന് ശേഷം
കറ്റാർവാഴയുടെ ഈ കുഴമ്പ് തേച്ച് പിടിപ്പിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കെട്ടും. ഇതിപ്പോൾ 6 ഉണ്ട്. 6 ഒന്ന് കൂട്ടിക്കെട്ടേണ്ടത് ആവശ്യമാണ്. കൂട്ടിക്കെട്ടി. ഇനി അടുത്ത സംഗതി, ഇത്രയും ഭാഗത്ത് നമുക്ക് മണ്ണിടണം. മണ്ണ് എന്ന് പറയുന്നുണ്ടേ ഫ്ലോട്ടിംഗ് മിശ്രിതം, അതായത് നടിയിൽ മിശ്രിതമായിരിക്കണം. ജൈവവളം കൂട്ടി ഇളക്കിയ മണ്ണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കണം. ഇതിനകത്താണ് നമ്മൾ ഈ കൂട്ടുവളം ഇട്ട് കൊടുക്കേണ്ടത്. അടുത്ത സ്റ്റെപ്പ്, ഇതേപോലെയുള്ള ഒരു പ്ലാസ്റ്റിക്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന, ഇതിനകത്ത് വേര് പിടിക്കുന്നത് കാണാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സംവിധാനം. അതിനായി ഈ പ്ലാസ്റ്റിക് ഇതിൻ്റെ വട്ടം ഒരു കവർ പോലെ നമുക്കാക്കണം. അടുത്ത സ്റ്റെപ്പായിട്ട് ഈ മണ്ണ് നമ്മൾ ഈ തയ്യാറാക്കിയ കവറിനകത്ത് ഇടുകയാണ്. മണ്ണെന്ന് പറയുമ്പോൾ ഫ്ലോട്ടിംഗ് മിശ്രിതമാണ്. ഫ്ലോട്ടിംഗ് മിശ്രിതം അല്ലെങ്കിൽ വേര് പിടിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഫ്ലോട്ടിംഗ് മിശ്രിതമായിരിക്കണം. അതുപോലെ ചെറിയ നനവ്, അല്പം നനവുള്ള പദമുള്ള മണ്ണായിരിക്കണം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഇട്ട് നമ്മൾ കൊടുക്കുക. അതുപോലെ ചെറുതായിട്ട് നമക്കിയൊക്കെ വേണം നമ്മൾ മണ്ണിട്ട് കൊടുക്കാൻ. ശരിക്കും അമക്കി കൊടുത്ത് വേണം മണ്ണിടാൻ. നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞു. ഇനി മറ്റൊരു ജോലി കൂടിയുണ്ട്. ഈ മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്തണം. എന്നാൽ വെള്ളം താഴോട്ട് ഒരുപാട് താഴുകയും ചെയ്യരുത്. ആ രീതിയിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒരു ദിവസം ഒരു 2-3 തവണ നമ്മളിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മഴവെള്ളം നേരിട്ട് ഇതിലിറങ്ങാതിരിക്കണം. മഴ പെയ്യുന്ന സമയമാണെങ്കിൽ മഴവെള്ളം നേരിട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറ് ഇങ്ങനെ തന്നെ വച്ചിട്ട് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ഒരു സംവിധാനം ഒരുക്കണം. പിന്നെ ഇതേപോലെ വെള്ളം അടിക്കാൻ ഇങ്ങനെ സ്പ്രേ ചെയ്യാനുള്ള സംവിധാനമില്ലാത്തവർ ഒരു തുണി, നല്ല കട്ടിയുള്ള ഒരു കോട്ടൺ തുണി ഭംഗിയായി നനച്ച് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ആ ഈർപ്പം നിലനിർത്തും. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോഴത്തേന് ഈ ചീമപ്ലാവിൻ്റെ തൈകളിലെല്ലാം വേരിറങ്ങുന്നതൊക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. വേര് നല്ലവണ്ണം ഇറങ്ങിക്കഴിഞ്ഞ് ഈ കവർ പൊളിച്ച് മാറ്റിയതിന് ശേഷം ആ വേരിറങ്ങിയതിൻ്റെ താഴെ ഭാഗത്ത് വെച്ച് മുറിച്ച് നമുക്ക് നടാൻ സാധിക്കും. അങ്ങനെ നട്ട് നല്ല രീതിയിൽ വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ ഈ വർഷം തന്നെ ഇതിന് നല്ല കായ്ഫലം ഉണ്ടാകും. അപ്പോൾ ഇലഞ്ഞൂർ ബ്ലോക്ക് തയ്യാറാക്കിയ ഈ സംവിധാനം ഇത് അറിയാവുന്നവരും അറിയാൻ വയ്യാത്തവരുമുണ്ട്, ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരുമുണ്ട്. അറിവ് ഒരിടത്തും പൂർണ്ണമാവുന്നില്ല. ഇതിൽ കൂടുതൽ അറിവുള്ളവരുണ്ട്, ഇതിൽ കുറഞ്ഞ അറിവുള്ളവരുണ്ട്. എന്തായാലും ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ
വീഡിയോകൾക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന അഹൈതമായ പ്രോത്സാഹനത്തിന് ഞാൻ പ്രത്യേകമായ നന്ദി പറയുകയാണ്. തുടർന്നും നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനങ്ങളും ഒക്കെ ഉണ്ടാകണം എന്ന് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.